നമസ്കാരം TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീരദേശത്ത് ആവേശം തീർത്ത സ്ഥാനാർത്ഥികളുടെ പര്യടനം. താനൂരിൽ PK ഫിറോസും V അബ്ദുറഹ്മാനും പര്യടനം നടത്തിയത് തീരദേശത്ത്. പരപ്പനങ്ങാടി തീരദേശത്ത് ആവേശം തീർത്ത നിയാസിന്റെ റോഡ് ഷോയും പര്യടനവും. KPA മജീദിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരൂരങ്ങാടിക്കാർ. നാട്ടുകാരുടെ ഹൃദയത്തിൽ കയറി ഗഫൂർ P ലില്ലീസ്. കുർക്കോളിയെ നെഞ്ചിലേറ്റി എടക്കുളം. കേരള വിഷൻ വോയിസ് സർവീസിന് തുടക്കമായി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സജി ഗോപിനാഥും BSNL കേരള സർക്കിൾ CGM വിനോദ് CV ITSും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുപ്പൂങ്ങോട്ടുകുളം ദാറുസ്സലാം മാളിനടുത്തുള്ള കിണറ്റിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ചേന്നര പെരുന്തിരുത്തി സ്വദേശി ഖാലിദാണ് മരണപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. താനൂർ തീരം കീഴടക്കി PK ഫിറോസിന്റെ തീരദേശ പര്യടനം. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ റോഡിലിറങ്ങി ആയിരങ്ങൾ. പുതിയ കടപ്പുറത്തു നിന്നും ഒട്ടുംപുറത്തേക്ക് കാൽനടയായാണ് ഫിറോസ് പര്യടനം നടത്തിയത്. ആവേശക്കടലുയർത്തി PK ഫിറോസിന്റെ താനൂർ തീരദേശ പര്യടനം. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് പുതിയ കടപ്പുറത്തു നിന്നും ഒട്ടുംപുറത്തേക്ക് കാൽനടയായി ഫിറോസ് പര്യടനം നടത്തിയത്. നല്ലവരായ വോട്ടർമാരോട് സ്നേഹത്തോടെ വോട്ട് ചോദിച്ചുകൊണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാനാർത്ഥിയെ ഒരു നോക്ക് കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കം ആഭാരവൃതം ജനങ്ങളാണ് തടിച്ചുകൂടിയത്. നിങ്ങളുടെ വിലപ്പെട്ട തീരദേശത്തെ PK ഫിറോസിന്റെ വോട്ട് തേടിയുള്ള കാൽനട ജാഥ അഞ്ചുടിയിലെ രക്തസാക്ഷി കുപ്പന്റെ പുറക്കൽ ഇസാഖിന്റെ വീടിന് മുന്നിലൂടെയാണ് കടന്നുപോയത്. ഇസാഖിന്റെ ഉമ്മ കുഞ്ഞുമോൾ ഫിറോസിനെ ഒരു നോക്ക് കാണാൻ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇസാഖിന്റെ വീട്ടിലും കയറി. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയങ്കരനായ നമ്മോട് വിട പറഞ്ഞ അഞ്ചുടി ഇസാഖിന്റെ വീട്ടുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പദയാത്ര ഇവിടെ എത്തിയപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്നത് ഇസാഖിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ ഉമ്മയെ സാക്ഷി നിർത്തി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസാഖിനെ കൊന്ന കമ്മ്യൂണിസ്റ്റ് കാപാലികരോട് നമ്മൾ പകരം ചോദിക്കും. എങ്ങനെ പകരം ചോദിക്കും? ഏതെങ്കിലും CPM-കാരനെ ആക്രമിച്ചിട്ടല്ല, ഏതെങ്കിലും CPM-നെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടല്ല. പകരം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതികാരം ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ മണ്ണിൽ വിജയം ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ പ്രതികാരം ചെയ്യുക. ഇടതുപക്ഷ മുന്നണിയെ ഈ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. KN മുത്തുക്കോയത്തങ്ങൾ, O രാജൻ, MP അഷ്റഫ്, EP ശശികുമാർ, നൂഹ് കരിങ്കപ്പാറ, TPM അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് KP സൈദലവി, EP കുഞ്ഞാവ, അഡ്വക്കേറ്റ് PP ആരിഫ്, PP ഷംസുദ്ദീൻ, C മുഹമ്മദ് അഷ്റഫ്, YP ലത്തീഫ്, K സലാം, TP ഖാലിദ് കുട്ടി, M യൂസഫ്, അൻവർ സാദത്ത്, സൈദലവി, ജാഫർ ആൽബസാർ, KPC അക്ബർ, AP നിസാം, മുസ്താർ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. തീരദേശത്തെ ആവേശത്തിലാഴ്ത്തി V അബ്ദുറഹ്മാന്റെ പര്യടനം. വെള്ളിയാഴ്ച താനൂർ നഗരസഭയിലായിരുന്നു V അബ്ദുറഹ്മാൻ പര്യടനം നടത്തിയത്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് തീരദേശ മേഖലയിൽ വികസന വിപ്ലവം തീർത്ത ജനകീയ MLAക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് തീരവാസികൾ ഒരുക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല സ്വപ്നമായ താനൂർ ഹാർബർ പ്രവൃത്തി പൂർത്തീകരിച്ചതും ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണം, തീരദേശ ഹൈവേ, ഫിഷറീസ് ഗ്രൗണ്ട്, സാമൂഹ്യാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തി തുടങ്ങി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് V അബ്ദുറഹ്മാൻ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ജനാധിപത്യ മുന്നണി അതിന്റെ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റാണ്. വികസനങ്ങൾ എത്തിച്ച ഒരു ഗവൺമെന്റ് കൂടിയാണ്. ഇന്ന് ആത്മാഭിമാനത്തോടു കൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്.
ജനകീയ വികസനം യാഥാർത്ഥ്യമാക്കിയ MLA വോട്ടർമാർ അത്യാഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന വൻ ജനാവലിയാണ് സ്ഥാനാർത്ഥിയെയും കാത്ത് ഓരോ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയത്. കാട്ടിലങ്ങാടി വടക്കേ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച പര്യടനം കാട്ടിലപ്പറമ്പ്, നടക്കാവ്, പന്തക്കപ്പാടം, കാവ് റോഡ്, ബ്ലോക്ക് ഓഫീസ് പരിസരം, പൂരപ്പുഴ, ഓലപ്പീടിക, മോര്യ, ചാഞ്ചേരിപ്പറമ്പ്, രായിരമംഗലം, കണ്ണന്തളി, ഒട്ടുപുറം, ആൽബസാർ, ഹാർബർ, ചിരാങ്കടപ്പുറം എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം പുതിയ കടപ്പുറത്ത് സമാപിച്ചു. ഏരിയ സെക്രട്ടറി KT ശശി, M അനിൽകുമാർ, ഇല്യാസ് വട്ടം, N ആദിൽ, O സുരേഷ് ബാബു, ബാലകൃഷ്ണൻ ചുള്ളിയത്ത്, KV സിദ്ദിഖ, നാദിർഷ കടായിക്കൽ, മേപ്പുറത്ത് ഹംസു, P സിറാജ്, അഡ്വക്കേറ്റ് രാജേഷ് പുതുകാട്, ഇല്യാസ് കുണ്ടൂർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ശനിയാഴ്ച പൊന്മുണ്ടം പഞ്ചായത്തിൽ പര്യടനം നടത്തും. NDA താനൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്ററുടെ വാഹന പ്രചരണ യാത്ര താനാളൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. താനൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി K നാരായണ മാസ്റ്ററുടെ വാഹന പ്രചരണം താനാളൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. അരിക്കാട് നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. ഒരു രാജ്യത്തിന് ആപത്ത് വന്നാൽ, ലോകത്തിന് ആപത്ത് വന്നാൽ, പ്രതിസന്ധി വന്നാൽ ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ കടമയാണ് നരേന്ദ്രമോദി നിർവഹിച്ചത്. നരേന്ദ്രമോദി കുറച്ച് ധാന്യങ്ങളും അരിയൊക്കെ കൊടുത്ത് സഖാക്കൾ ഒരു സഞ്ചി ഉണ്ടാക്കി, അതിൽ 5-6 പൊതി ഉണ്ടാക്കി, എന്നിട്ട് അതാണ്ട് കൊടുത്തിട്ട് പറയുന്നത് നമ്മളതാണ്. സ്ഥാനാർത്ഥിയെ ഷാളണിച്ച് പ്രവർത്തകർ സ്വീകരിച്ചു. BJP സംസ്ഥാന സമിതി അംഗം ഗീതാ മാധവൻ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലയിൽ പോലും തീവ്രവാദികൾ അഴിഞ്ഞാടുന്നത് കാണുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്നുമെന്നും മെച്ചപ്പുലർത്തിയിരുന്ന സൗഹാർദ്ദത്തിന് അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിച്ച മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ രഘു, ഷാജിമോൻ, പ്രിയേഷ്, പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. അരീക്കാട്, അയ്യാറോഡ്, പകര, താനാളൂർ, മീനടത്തൂർ, വലിയപാടം, വട്ടത്താണി, പട്ടൂർപറമ്പ്, താമരക്കുളം, മൂലക്കൽ, പുത്തുന്തുര എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ വാഹന പ്രചരണം ആരംഭിച്ചു. ആവേശമായി ജനക്കൂട്ടം. മുക്കോലയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K കുട്ടി അഹമ്മദ് കുട്ടി സ്ഥാനാർത്ഥിയുടെ വാഹനജാഥ ഉദ്ഘാടനം ചെയ്തു. താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ഫിറോസിന്റെ വാഹന പ്രചരണം ആരംഭിച്ചു. നഗരവഴികൾ ആവേശഭരിതമാക്കിയാണ് ഫിറോസിന്റെ പ്രചാരണം ആരംഭിച്ചത്. ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളക്കരയിലെ ഊടുവഴികളിലും രാജപാതകളിലും കവലകളിലും പ്രതിഷേധത്തിന്റെ അലയൊലിയായി ഉയർന്നു കേട്ട ശബ്ദം. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ കാണാനും പിന്തുണ അറിയിക്കാനും നിരവധി പേരാണ് എത്തുന്നത്. താനൂരിന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന പ്രഖ്യാപനവുമായാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വോട്ടർമാർ തടിച്ചുകൂടുന്നത്. വരുമാനം ഉറപ്പുവരുത്താൻ അവരുടെ പിൻവാതിൽ നിയമനം പൂർണ്ണമായും ഇല്ലാതാക്കി അവർക്ക് യോഗ്യതയുടെ അനുസരിച്ച് അവർക്ക് ജോലി ലഭിക്കാൻ, നമ്മുടെ ആഴക്കടൽ സ്വകാര്യ കുത്തക കമ്പനികൾക്ക് വിൽക്കാതിരിക്കാൻ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ. മുക്കോലയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K കുട്ടി അഹമ്മദ് കുട്ടി സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ UDF ചെയർമാൻ VP ശശികുമാർ അധ്യക്ഷനായിരുന്നു. KN മുത്തുക്കോയത്തങ്ങൾ, O രാജൻ, MP അഷ്റഫ്, P രത്നാകരൻ, YP ലത്തീഫ്, P വാസുദേവൻ, ഷാജി ബച്ചേരി, TPM അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് KP സൈദലവി, EP കുഞ്ഞാവ, C മുഹമ്മദ് അഷ്റഫ്, അഡ്വക്കേറ്റ് PP ഹാരിഫ്, MK ഹംസ ഹാജി, P നൌഷാദ്, ജയൻ, ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ പടി, ചിറക്കൽ, ചെള്ളിക്കാട്, ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷൻ, പന്തക്കപ്പാടം, കാരട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം നടക്കാവിൽ സമാപിച്ചു. KP മജീദിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരൂരങ്ങാടിക്കാർ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തിങ്ങി നിറഞ്ഞ വഴിയോരങ്ങളും കവലകളുമാണ് മജീദിനെ സ്വീകരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമായിരിക്കും മജീദിനെന്നും ഓരോ സ്വീകരണ കേന്ദ്രവും വ്യക്തമാക്കുന്നു. UDF സാരഥി ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടുമെന്ന ഓരോ സ്വീകരണ കേന്ദ്രത്തിലും തടിച്ചുകൂടിയ വോട്ടർമാർ ഉറപ്പു നൽകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ UDF ജനപ്രതിനിധികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെ നാട്ടുകാരുടെ കൺമുന്നിൽ ഓരോരോ പ്രദേശത്തും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞതായിരുന്നു മജീദിന്റെ പ്രസംഗം. പുളണം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കും. പൂവത്തൻകുന്ന സ്പിന്നിംഗ് മില്ലിനെ പുനർജീവിപ്പിക്കും. ന്യൂക്കട്ട് ടൂറിസം പദ്ധതിയും ചീർപ്പിങ്ങൽ സയൻസ് പാർക്കും നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന മജീദ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. നടുവ അത്താണിയിൽ നിന്നുമാണ് 3-ാം ഘട്ട പ്രചരണത്തിന് തുടക്കമായത്. PSH തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. KPA തങ്ങൾ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷം മജീദ് തുറന്ന വാഹനത്തിൽ പ്രചാരണം ആരംഭിച്ചു. അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, അധാർമികമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി ഐക്യജനാധിപത്യത്തിന് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രകടനത്തിൽ നോക്കുന്നു. ആ പ്രകടനത്തിനനുസരിച്ച് പ്രകൃതമാണ് വിവരിക്കുക. ബുദ്ധിമുട്ടാൻ ലഭിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും പ്രതിമാസം 6000 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് കാരുണ്യം അതിനനുസരിച്ച് സൗജന്യമായി നിങ്ങൾക്ക് ചികിത്സാ സൗകര്യം ലഭിക്കുന്ന സാഹചര്യമുള്ളൂ. വീടില്ലാത്തവർക്ക് വീടിൽ വെച്ച് കൊടുക്കാൻ ഈ UDF പ്രകടന പത്രികയിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു ഇടവേള. KP മജീദിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരൂരങ്ങാടിക്കാർ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തിങ്ങി നിറഞ്ഞ വഴിയോരങ്ങളും കവലകളുമാണ് മജീദിനെ സ്വീകരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമായിരിക്കും മജീദിനെന്നും ഓരോ സ്വീകരണ കേന്ദ്രവും വ്യക്തമാക്കുന്നു.
UDF സാരഥി ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടുമെന്ന ഓരോ സ്വീകരണ കേന്ദ്രത്തിലും തടിച്ചുകൂടിയ വോട്ടർമാർ ഉറപ്പു നൽകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ UDF ജനപ്രതിനിധികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെ നാട്ടുകാരുടെ കൺമുന്നിൽ ഓരോരോ പ്രദേശത്തും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞതായിരുന്നു മഞ്ജിദിന്റെ പ്രസംഗം. ഉളണം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കും. പൂവത്തൻകുന്ന സ്പിന്നിംഗ് മില്ലിനെ പുനർജീവിപ്പിക്കും. ന്യൂക്കട്ട് ടൂറിസം പദ്ധതിയും ചീർപ്പിങ്ങൽ സയൻസ് പാർക്കും നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന മഞ്ജിദ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. നടുവ അത്താണിയിൽ നിന്നുമാണ് മൂന്നാം ഘട്ട പ്രചരണത്തിന് തുടക്കമായത്. PSH തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. KPA തങ്ങൾ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷം മജീദ് തുറന്ന വാഹനത്തിൽ പ്രചാരണം ആരംഭിച്ചു. അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, അധാർമികമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി ഐക്യജനാധിപത്യത്തിന് നിങ്ങൾ മുമ്പിൽ ഒരു പ്രകടനത്തിൽ നോക്കുന്നു. ആ പ്രകടനത്തിനനുസരിച്ച് പ്രകൃതമാണ് നിബന്ധിച്ചുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും പ്രതിമാസം 6000 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് കാരുണ്യം അതിനനുസരിച്ച് സൗജന്യമായി നിങ്ങൾക്ക് ചികിത്സാ സൗകര്യം ലഭിക്കുന്ന സാഹചര്യമുള്ളൂ. വീടില്ലാത്തവർക്ക് വീടിൽ വെച്ച് കൊടുക്കാൻ ഈ UDF പ്രകടനപത്രികയിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. നാട്ടുകാരുടെ ഹൃദയത്തിൽ കയറി ഗഫൂർ പി ലില്ലീസ്. സ്വന്തം നാട്ടിൽ വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി ചെമ്പ്ര ഉൾപ്പെടുന്ന തിരു ഈസ്റ്റ് മേഖലയിലായിരുന്നു വെള്ളിയാഴ്ചയിലെ പര്യടനം. സ്വന്തം നാട്ടിൽ വോട്ടഭ്യർത്ഥിച്ച് തിരു LDF സ്ഥാനാർത്ഥി ഗഫൂർ പി ലില്ലീസ് സ്വന്തം നാടായ ചമ്പ്ര ഉൾപ്പെടുന്ന തിരു ഈസ്റ്റ് മേഖലയിലായിരുന്നു വെള്ളിയാഴ്ചയിലെ പര്യടനം. നാട്ടുകാർ സ്ഥാനാർത്ഥിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ആലഞ്ചുവട് മൈലാടിക്കുന്നിലെ കുടിവെള്ള പ്രശ്നവും തിരൂരിലെ ബസ് സ്റ്റാൻഡിന് പുറകുവശം വഴി പോകുന്ന റോഡുകളുടെ വീതി കുറവും നാട്ടുകാർ സ്ഥാനാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നാട്ടുകാരുടെ ഓരോ പ്രശ്നങ്ങളും ശ്രദ്ധയോടെ കേട്ട സ്ഥാനാർത്ഥി ആവശ്യമായ നടപടി ഉണ്ടാകുമെന്നും ഇത് വെറും വാക്കല്ലെന്നും നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. ഇടതുപക്ഷ ജനപ്രതിനിധി തിരൂരിൽ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. 9 മണിയോടെ തുമരക്കാവിൽ നിന്നും ആരംഭിച്ച പര്യടനം ചെമ്പ്ര പള്ളിപ്പടി, ചെമ്പ്ര ജംഗ്ഷൻ, ചെമ്പ്ര വാട്ടർ ടാങ്ക്, പഞ്ചാരമൂല, കാഞ്ഞിരക്കുണ്ട്, ആലിഞ്ചുവട്, തിരു ടൗൺ, പയ്യനങ്ങാടി, വാലിയത്തറ, തങ്ങൾസ് റോഡ്, പഴങ്കുളങ്ങര, മതിലിങ്ങൽ, കൂത്തുപറമ്പ്, ഏഴൂർ, മുത്തൂർ, വയലുശ്ശേരി, ITC ജംഗ്ഷൻ, നോർത്ത് മുത്തൂർ, വടക്കൻ മുത്തൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം രാത്രി 7 റെയിൽവേ ലൈനിൽ സമാപിച്ചു. കുർക്കുളിയെ നെഞ്ചിലേറ്റി എടക്കുളം കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥിക്ക് വോട്ടുറപ്പിച്ച യുവനിരയും വൃദ്ധരും. കുറുക്കോളിയെ നെഞ്ചിലേറ്റി എടക്കുളം ഗ്രാമം കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥിക്ക് വോട്ടുറപ്പിച്ച് യുവനിരയും വൃദ്ധരും. എടക്കുളം ജുമാ മസ്ജിദിൽ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞിറങ്ങിയ കുറുക്കോളി മൊയ്തീനെ പിന്തുണ അറിയിച്ച് വോട്ടർമാരും തടിച്ചുകൂടി. നൂറുകണക്കിന് വോട്ടർമാർ കുറുക്കുളിയെ നേരിൽ കണ്ട പരിപൂർണ്ണ പിന്തുണ അറിയിച്ചു. കാളിയടൻ ഹമീദിന്റെ വീട്ടിലെ ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം വൈകിട്ട് 4 മണിക്ക് എടക്കുളം മുസ്ലിം ലീഗ് ഓഫീസിൽ സംഘടിപ്പിച്ച UDF കൺവെൻഷനിൽ പങ്കെടുത്ത് വോട്ടഭ്യർത്ഥിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ വീട്ടിൽ വിശ്രമിക്കുന്നവരെ സന്ദർശിച്ചു. രോഗികളെ കണ്ട് ആശ്വസിപ്പിച്ചു. അവരുടെ അനുഗ്രഹവും ആശീർവാദവും തേടിയെത്തി. തങ്ങളിലൊരുവനായി ജീവിതം നയിക്കുന്ന സാധാരണക്കാരനായ സാരഥിയെ കാണാനും പിന്തുണ അറിയിക്കാനും വീട്ടിലുള്ളവരും പുറത്തിറങ്ങിയതോടെ പര്യടനത്തിന് പത്തരമാറ്റി തിളക്കം. തിരുനാവായ പഞ്ചായത്തിലെ എടക്കുളത്ത് നടന്ന കുടുംബസംഗമത്തിൽ UDF നേതാക്കളായ VP കുഞ്ഞാലി, കോട്ടയിൽ അലവി, മുഹമ്മദ് അലി മുളക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മുസ്തഫ, EP മൊയ്തീൻ കുട്ടി മാസ്റ്റർ, CK മുഹമ്മദ്, CV കുട്ടി മൊയ്തു, കാളിയാടൻ ഹമീദ്, AK നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. LDF സ്ഥാനാർത്ഥി ഗഫൂർ പി ലില്ലീസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പറവണ്ണയിൽ LDF കുടുംബസംഗമം സംഘടിപ്പിച്ചു. 20ാം വാർഡിലാണ് LDF കുടുംബസംഗമം സംഘടിപ്പിച്ചത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P കുഞ്ഞുമൂസ ഉദ്ഘാടനം ചെയ്തു. ഫർഷാദ് പറവണ്ണ അധ്യക്ഷനായിരുന്നു. മനീഷ്, CP സുലൈമാൻ, C അർമുഖൻ, രാഘവൻ മാസ്റ്റർ, C സിദ്ദിഖ്, റിയാസ്, അബ്ദുറബ്, PP സലാം തുടങ്ങിയവർ സംസാരിച്ചു. 5 വർഷമാണ് അവർ വിവാഹമോചനത്തിന് ഭാഗമായി ഇത്തരത്തിൽ തലാക്ക് ചൊല്ലിയാൽ ജയിലിൽ കിടക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിവാഹമോചനം നടക്കുന്ന സമയത്ത് ആ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ സ്ത്രീക്കും കുട്ടിക്കും എന്ത് ചെയ്യും, അവർക്ക് ജീവിക്കാനുള്ളൊരു നിശ്ചിത എന്ത് ചെയ്യും, പണം മാറ്റിവെക്കും. അത് നമ്മുടെ നാട്ടിൽ നടത്തിപ്പാണ്. എന്നാൽ അങ്ങനെ നമ്മൾ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ആ പുരുഷൻ പുറത്ത് തനിക്ക് ജോലി അല്ലെങ്കിൽ തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ട. തിരുമണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൽപ്പകഞ്ചേരിയിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് UDF കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു. കൽപ്പകഞ്ചേരി തിരുമണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ പര്യടനം കുടുംബയോഗങ്ങളിൽ ആവേശമായി. കാവപ്പുര വരമ്പിങ്ങൽ മദ്രസയിലാണ് തുടക്കം കുറിച്ചത്.
അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നിങ്ങളുടെ സഹപാഠികൾ, പഴയ സഹപാഠികൾ, സഹപ്രവർത്തകന്മാർ, അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് വേണ്ടി അല്ല, നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ എന്ന ഭാവത്തോടു കൂടി നിങ്ങൾ സംസാരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഇവിടെ ഒരു നല്ല ഒരു ഉജ്ജ്വല വിജയം UDF ഉണ്ടാകും. UDF അങ്ങനെ വിജയിക്കുമ്പോൾ അവിടെ ജയിക്കുന്ന ജനപ്രതിനിധി ഞാനായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് UDF-ന് ആ ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ നിങ്ങളെല്ലാവരും ആ ചുമതല ഏറ്റെടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് എന്റെ ജ്യേഷ്ഠാഞ്ജന്മാരെന്ന നിലയ്ക്ക്, എന്റെ സഹോദരികളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ ചുമതല. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളായ താഴെപ്പാലം, പാറപ്പുറം, വാര്യത്ത്, കാനഞ്ചേരി, തോഴന്നൂർ ഈസ്റ്റ്, കണക്കാക്കുന്ന്, കരിനിരപ്പ് എന്നീ കുടുംബയോഗങ്ങളിലെ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. അഹമ്മദ് മൂപ്പൻ അധ്യക്ഷനായിരുന്നു. പി സൈദലി മാസ്റ്റർ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ, കോട്ടയിൽ കരീം, തൈക്കാടൻ അബ്ദു, രായിൻ, കോട്ടയിൽ കുഞ്ഞമ്മു, PT ഷബീബ്, ബഷീർ അടിയാട്ടിൽ, CK ലത്തീഫ്, പൊട്ടോങ്ങൽ റഷീദ് എന്നിവർ സംസാരിച്ചു. PM അലിയാമുട്ടി, മക്ബൂൽ പൊട്ടേങ്ങൽ, KK ഫിർഷാദ്, സലാം, ജാഫർ മരക്കാർ, അൻസാർ എന്നിവർ നേതൃത്വം നൽകി. പരപ്പനങ്ങാടിയിൽ മത്സ്യത്തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് നിയാസ് പുളിക്കലകത്തിന്റെ തീരദേശ പര്യടനം ആവേശഭരിതമായി. സ്ഥാനാർത്ഥി എത്തുന്നതറിഞ്ഞ് കവലകളും ഗ്രാമവീഥികളും ആഘോഷ കേന്ദ്രങ്ങളായി മാറി. 6 പതിറ്റാണ്ടിന്റെ വികസന മുരടിപ്പിനെതിരെയാണ് നിയാസ് വോട്ട് അഭ്യർത്ഥിച്ചത്. ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരനായ സാരഥീത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പരപ്പനങ്ങാടിയിലെ തീരദേശ ജനത ആവശ്യത്തോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. മത്സ്യബന്ധന മേഖല നേരിടുന്ന പ്രതിസന്ധികളും കടലോര മേഖലയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് ഉറപ്പ് നൽകി. ഓരോ കേന്ദ്രത്തിലും സെൽഫി എടുക്കാൻ കുട്ടികളും യുവാക്കളും തിരക്ക് കൂട്ടി. ഏറെ ആവശ്യത്തോടെയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നേതാക്കൾ സ്വീകരണ യോഗങ്ങളിൽ വിശദീകരിച്ചു. അഞ്ചപ്പുര, കൊടപ്പള്ളി, ചെട്ടിപ്പടി, ലക്ഷം വീട്, ആലുങ്ങൽ, ചൊക്ലി, കൊടുങ്ങൽ, ചിറമംഗലം, കുളിക്കാൻ റോഡ്, പുത്തൻപീടിക എന്നിവിടങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം പൈനിങ്ങൽ ജംഗ്ഷനിൽ സമാപിച്ചു. LDF നേതാക്കളായ T കാർത്തികേയൻ, ഗിരീഷ്, K നിസാർ, യാക്കൂബ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ജനാധിപത്യ സംവിധാനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന സംവിധാനങ്ങളും ജനങ്ങളെ ചൂഷണം ചെയ്യുവാനും ജനങ്ങളുടെ ബുദ്ധിയെയും ബുദ്ധിക്കുറവിനെയും അതിനെങ്ങനെ പ്രകോപിപ്പിക്കുവാനും അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് നയിക്കുവാനുമുള്ളതല്ല. മൂല്യത്തിലൂന്നി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ വിജയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകർ ഉണ്ടാകണം. ഈ ഇരിക്കുന്ന മക്കളിൽ നിന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചിഹ്നം ഫുട്ബോളാണ്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കേരള വിഷൻ വോയിസ് ലാൻഡ് ഫോൺ സർവീസിന് തുടക്കമായി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സജി ഗോപിനാഥും BSNL കേരള സർക്കിൾ CGM വിനോദ് CV ITSും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ അവാർഡ് ജേതാവ് നടൻ ഇന്ദ്രൻസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏപ്രിൽ 1 മുതൽ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് വോയിസ് സേവനം ലഭ്യമാകും. 31 ലക്ഷം ഉപഭോക്താക്കൾക്കാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ കേരള വിഷൻ വോയിസ് സർവീസ് സേവനം ലഭിക്കുക. ബ്രോഡ്ബാൻഡിനൊപ്പം വോയിസ് സർവീസ് നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ MSOയാണ് കേരള വിഷൻ. കേരള വിഷൻ വോയിസ് സേവനങ്ങളുടെ ഉദ്ഘാടനം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സജി ഗോപിനാഥും BSNL കേരള സർക്കിൾ CGM വിനോദ് CV ITSും ചേർന്ന് നിർവഹിച്ചു. ലോകത്തിനു മുമ്പിൽ കേരളം ഒരുപാട് മാതൃക കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടായ്മകളുടെ ഭാഗമായിട്ടാണ്. അവിടെയാണ് KCCയുടെ പ്രസക്തി ഉയർന്നു വരുന്നതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സജി ഗോപിനാഥ് പറഞ്ഞു. ഇങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ഏറ്റവും അതിന്റെ ഓപ്പറേറ്റർ ലെവലുള്ളവർക്ക് പോലും എത്താൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവ്നെസ് കൊണ്ടുവരിക എന്നതാണ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. കേരള വിഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് വിനോദ് CV ITS പറഞ്ഞു. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് ഒരു ഹെൽത്തി ഒരു ആറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ കാണണം. എന്നാൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ കൺട്രി ആൻഡ് ടു ദാറ്റ് എക്സ്റ്റെന്റ് we are happy to work with Kerala Vision. കേരള വിഷൻ വോയിസിന്റെ ആദ്യ ഫോൺ സംഭാഷണവും ഇരുവരും ചേർന്ന് നടത്തി. ദേശീയ അവാർഡ് ജേതാവ് ഇന്ദ്രൻസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. KCCയുടെ പുതിയ വെബ്സൈറ്റിന്റെ പ്രകാശനം ഇന്ദ്രൻസ് നിർവഹിച്ചു. സന്തോഷമുണ്ട്. എനിക്കും ഈ പലരെയും നല്ലവണ്ണം അറിയാവുന്നവരും ഇവരുടെയൊക്കെ സഹകരണവും പിന്തുണയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഏപ്രിൽ 1 മുതൽ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് വോയിസ് സർവീസ് സേവനം ലഭിക്കും. KCCL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP, COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, KBPL എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോവിന്ദൻ K, KCCL ഡയറക്ടർ K വിജയകൃഷ്ണൻ, മധു മയ്യനാട്, PSCB, പത്മകുമാർ N, ജ്യോതികുമാർ VS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ, തിരുവനന്തപുരം. തിരുപ്പൂങ്കോട്ടുകുളം ദാറുസ്സലാം മാളിനടുത്തുള്ള കിണറ്റിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ചെന്നല പെരുന്തിരുത്തി സ്വദേശി ഖാലിദാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെയാണ് മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
പൂങ്ങൂട്ടുകുളം മാളിന് സമീപത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം ചേന്നര പെരുന്തിരുത്തി സ്വദേശി കൊണ്ടച്ചംപറമ്പിൽ ഖാലിദിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് പൂങ്ങൂട്ടുകുളം ദാറസ്സലാം മാളിനകത്തെ കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. ഓഡിറ്റോറിയത്തിലെ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. പോലീസും ഫയർഫോഴ്സ് ജീവനക്കാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച രാവിലെ മുട്ടന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കും. റാബിയയാണ് ഭാര്യ. മുഹമ്മദ് റിൻഷിദ്, മുഹമ്മദ് റിൻഷാദ്, മുഹമ്മദ് റാഷിദുൽ ഷാദ് എന്നിവർ മക്കളാണ്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ഖാലിദിനെ കാണാതായത്. രാഷ്ട്രീയ ധ്രുവീകരണത്തിനെതിരെയുള്ള പ്രതിഷേധമാകും തെരഞ്ഞെടുപ്പ് വിധിയെന്ന് SDPI സ്ഥാനാർത്ഥി അഷ്റഫ് പുത്തനത്താണി പറഞ്ഞു. തിരൂരിന്റെ വികസനം തിരൂർ ജില്ലയായി പ്രഖ്യാപിക്കുന്നതോടെ സാക്ഷാത്കരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി ഇടത് വലത് കക്ഷികൾ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും വികസന മുരടിപ്പിലേക്കാണ് തിരൂരിനെ നയിച്ചിട്ടുള്ളത്. വികസന ചർച്ചകൾക്ക് പകരം രാഷ്ട്രീയ ധ്രുവീകരണങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ജനകീയ രാഷ്ട്രീയ ബദൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തിരൂരിന്റെ വികസനം തിരൂർ ജില്ലയായി പ്രഖ്യാപിക്കുന്നതോടെ സാക്ഷാത്കരിക്കപ്പെടും. ഇതിനായി നിരവധി പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടും അധികാരികൾ മൗനം പാലിക്കുകയാണെന്ന് അഷ്റഫ് പുത്തനത്താണി പറഞ്ഞു. നമുക്കറിയാം, ജില്ലാ വിഭജനത്തിന് ആക്കം കൂട്ടുന്ന ജില്ലാ വിഭജനം അഥവാ തിരൂർ ആസ്ഥാനമായി പുതിയ ഒരു ജില്ല രൂപീകരിക്കുക എന്ന് പാർട്ടി രൂപീകരിച്ച കാലം മുതലേ ഈ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രക്ഷോഭ പരിപാടികൾ, അതുപോലെ തന്നെ ഭരണാധികാരികൾക്ക് മുമ്പിൽ നിവേദനങ്ങൾ, കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു ജില്ല വരേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതുവരെ അത്തരമൊരു നടപടികളിലേക്ക് പോയിട്ടില്ല. 50 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ പുതിയൊരു ജില്ല അനിവാര്യമാണെന്ന് പലവർക്കും അറിയാമെങ്കിലും അവരതിനൊന്നും യാതൊരു താല്പര്യവും എടുക്കാതെ അവരുടെ ബിസിനസ് താല്പര്യങ്ങളും അവരുടെ അഴിമതികളും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ സ്ഥാനങ്ങൾക്ക് അധികാരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതുമെന്ന് നമ്മൾക്ക് ദിനേന ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് വ്യക്തമാണ്. ഇടത് വലത് നയങ്ങളോടുള്ള വിയോജിപ്പ് രാജ്യത്ത് പ്രകടമായി വരികയാണ്. അധികാര കസേരകൾക്ക് വേണ്ടി ഇവർ പങ്കുകച്ചവടം ചെയ്യുകയാണ്. നിരവധി പ്രവർത്തകർ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിധിയിൽ വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നും SDPI സ്ഥാനാർത്ഥി അഷ്റഫ് പുത്തനത്താണി പറഞ്ഞു. ഇപ്പോൾ തിരൂരിൻ്റെ മാത്രം എടുത്തു നോക്കിയാൽ ഇടത് വലത് മുന്നണികൾ ഇവിടെ തുടർച്ചയായിട്ട് 2 പ്രാവശ്യം MLA ഉണ്ടായിരുന്നു. അതുപോലെ അതിനു മുമ്പും MLAമാർ കടന്നു പോയിട്ടുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമാവുക അഥവാ അവർ ബാക്കി വെച്ചു പോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ബദൽ, ധ്രുവീകരണമില്ലാതെ മുഴുവൻ ജനങ്ങളെയും ഏകപക്ഷീയമായി ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് തുല്യമായി അവർക്ക് കിട്ടേണ്ട നീതികൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു MLA അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ MLAമാരെ വാർത്തെടുക്കുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത്തരം സന്ദേശങ്ങൾ എത്തിച്ച് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് വികസന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തിരൂരിനെ പറ്റി അറിയാം. പാതി വഴിയിലിട്ട പാലങ്ങൾ ഇന്ന് 3 തിരൂരിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ കാണുന്നതുണ്ട്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ കോടികളാണ് ചെലവഴിച്ചുകൊണ്ട് വഴിയിലിട്ടിട്ടുള്ളത്. ജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ അവകാശങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നതിന് പകരം ഭൂമിയുടെ അടിയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉപയോഗശൂന്യമാക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തിരൂരിലുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഒരു രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധ്രുവീകരണമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന് ഒരു ജനകീയ ബദൽ ആയി ഈ രാജ്യത്ത് നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി MP റാഫി സ്വാഗതം പറഞ്ഞു. ഈ അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഉണ്ണിയാൽ തീരദേശ റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണു. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഈ സമയം വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. റോഡരികിലെ കൂറ്റൻ ആൽമരമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. വാഹനങ്ങളൊന്നും ഈ സമയം ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും തിരൂർ ഫയർഫോഴ്സ് ടീമും എത്തി മരം മുറിച്ചു മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്റ്റേഷൻ ഓഫീസർ K പ്രമോദ്, സജിത്, ഗിരീഷ്, ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭിന്നശേഷി കൂട്ടായ്മയായ കിൻഷിപ്പ് ഫൗണ്ടേഷൻ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഏപ്രിൽ 10 ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫിസിയോതെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡയറ്റീഷ്യന്റെ സേവനം, സൈക്കോതെറാപ്പി, യോഗ, കൗൺസിലിംഗ്, വൊക്കേഷണൽ ട്രെയിനിംഗ്, റീഹാബിലിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾ 7 വർഷമായി സൗജന്യമായി നൽകുവരുന്ന സ്ഥാപനമാണ് കിൻഷിപ്പ്. മാസം 2 ലക്ഷത്തോളമാണ് ഇതിനായി ചെലവ് വരുന്നത്. കിൻഷിപ്പ് ഫൗണ്ടേഷൻ ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് കഴിഞ്ഞ 7 വർഷമായിട്ട് തിരൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണത്.
ഇത് നമ്മൾ ക്വാഡ്രിപ്ലീജിയ പാരപ്ലീജിയ ബാധിച്ച ആൾക്കാരെ നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, ഡയറ്റീഷ്യൻ, യോഗ, കൗൺസിലിംഗ്, പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, പാലിയേറ്റീവ് നഴ്സസിൻ്റെ സപ്പോർട്ട് എല്ലാം കൂടിയായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് 7 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 10-30ഓളം പേഷ്യൻസിനെ ആണ് നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ ഇപ്പോൾ വാഹന സൗകര്യം ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സൗജന്യമായിട്ട് ഭക്ഷണവും ട്രീറ്റ്മെൻറ്റും എല്ലാം കൊടുത്ത് തിരിച്ചവരെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് കിൻഷിപ്പ് ഫൗണ്ടേഷൻ. ഇത് സമൂഹത്തിലെ നിർധനരായ പേഷ്യൻസാണ് നമ്മൾ അതിൽ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥാപനത്തിന്റെ ഫണ്ട് സമാഹരണത്തിനാണ് ഏപ്രിൽ 10 ശനിയാഴ്ച തിരൂരിൽ വെച്ച സ്നേഹതീരം വളണ്ടിയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് ഫണ്ട് റൈസിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. സ്നേഹതീരം വളണ്ടിയർ വിങ്ങിനോട് യോജിച്ചുകൊണ്ട് കിൻഷിപ്പ് ബിരിയാണി ചാലഞ്ച് എന്നിട്ടൊരു മെഗാ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 10-നാണ്. ഏപ്രിൽ 10-ന് 30,000 പേർക്ക് ആ ദിവസം ബിരിയാണി 100 രൂപ പിന്നെ വാങ്ങി 30,000 പേർക്ക് ബിരിയാണി അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭവീതം ഇവരുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, കിൻഷിപ്പിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സുധീഷ് നായത്ത, നാസർ കുറ്റൂർ, ഡോക്ടർ സമീർ, CP ഷബീർ അലി, PK ഉബൈദ് എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. തത്വ ഉന്നവ ഫണ്ട് സംബന്ധിച്ച് താനൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി മൗനം വെടിയണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് മുൻ ദേശീയ സമിതി അംഗം യൂസഫ് പടനിലം താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CK സുബൈറിനെ മാത്രം ബലിയാടാക്കി സംഭവത്തിൽ നിന്ന് മറ്റുള്ളവരെല്ലാം തന്ത്രപരമായി ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. 2021 ഫെബ്രുവരി 2-ാം തീയതിയാണ് കത്വ ഉന്നവ ഫണ്ട് സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തോട് വൈകാരികമായതും വഞ്ചനാപരമായ കൃത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതെന്ന് യൂസഫ് പടനിലം പറഞ്ഞു. എന്നാൽ നാളിതുവരെയായിട്ടും അതേക്കുറിച്ച് മറുപടി പറയാൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തയ്യാറായിട്ടില്ലെന്നും യൂസഫ് പടനിലം താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹം തന്നെ സത്യവാങ്മൂലം കൊടുക്കുന്നു. ഞാൻ പ്രതിയാണ്, 2ാം പ്രതിയാണ്. ഈ കേസ് സംബന്ധിച്ച് അറിയാൻ താനൂരിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് മർമ്മപ്രധാനമാണ്. അടിയന്തരമായി ആ കാര്യം സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത ദിവസമാണ്, കുറഞ്ഞ ദിവസം മാത്രമേ ബാക്കിയിരിക്കും. ഞാൻ കഴിഞ്ഞ യോഗത്തിൽ വെല്ലുവിളിച്ച് ചോദിച്ചു, LDFന്റെ റാലിയിൽ ചോദിച്ചതാണ്. CK സുബൈറിനെ ദേശീയ ജനറൽ സെക്രട്ടറി രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത് എന്ന് പൂർണ്ണമായ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അവസാന TV ഡിബേറ്റിൽ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇരകൾക്ക് പൈസ കൊടുക്കാൻ പോയി എന്ന് അറിഞ്ഞത്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇരകൾക്ക് കൊടുത്ത പൈസയുടെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടാൻ ജമ്മു കാശ്മീരിൽ നിന്ന് യൂസഫ് തരിഗാമി ഡിമാൻഡ് ചെയ്തിരുന്നു. സത്യത്തിൽ അവർക്കൊരു രൂപയും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ടിൽ ഇതിനായിട്ട് തുടങ്ങിയ അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് ഇന്നയാൾക്ക് കൊടുത്തു എന്ന് അതിൽ ബോധ്യപ്പെടാൻ മാർഗ്ഗം അതിൽ തന്നെ ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടാൽ മതി. അതാണ് ചേട്ടനോട് സൂചിപ്പിച്ചത്. ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടുന്നില്ല. ഇതിൻ്റെ അലിഗേഷൻ ഇപ്പോഴും അലിഗേഷനായി നിൽക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി ഈ കാര്യം വ്യക്തമാക്കിയേ മതിയാവൂ. 2018 ഏപ്രിൽ 20-നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വ്യാപകമായി ഫണ്ട് പിരിവ് നടത്തിയത്. ഞങ്ങൾക്ക് പത്രസമ്മേളനത്തിന്റെ വിഷയങ്ങളൊന്നുമില്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന്, ആ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് 2018 ഏപ്രിൽ മാസം 20-ാം തീയതി അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. അന്നാണ് ഇതിന് ഫണ്ട് വിദേശത്തുനിന്ന് സ്വദേശത്തുനിന്ന് പിരിച്ചത്. ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് താനൂരിലെ വോട്ടർമാരുടെ മുന്നിൽ തുറന്നു കാണിക്കണം. ഇത്ര ഡിമാൻഡുള്ളൂ. അതറിഞ്ഞാൽ മതി ആരൊക്കെയാണ് പൈസ കൊണ്ട്. ഒരു ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ യാതൊരു പ്രശ്നമില്ലല്ലോ. നമ്മളൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഇരുത്താൾ ചെന്നിട്ട് ബാങ്കിൽ പോയി ചോദിച്ചാൽ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടും. ആ സ്റ്റേറ്റ്മെന്റ് ഇവിടുത്തെ വീടാന്തരം അവർ കൊടുക്കട്ടെ. ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാർ മുസ്ലിം ലീഗുകാർക്ക് കൊടുക്കട്ടെ, മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് കൊടുക്കട്ടെ. മുസ്ലിം യൂത്ത് ലീഗിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ള, വളരെ വൈകാരികമായി പ്രതികരിച്ചിട്ടുള്ള ഈ നാട്ടിലെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും കൊടുക്കട്ടെ. അവർക്ക് ബോധ്യപ്പെടട്ടെ, അവർ പറയട്ടെ തെറ്റുകാരനല്ല എന്നുള്ളത്. ഒരു ചീറ്റിംഗ് കേസിൽ പ്രതിയായി നിൽക്കുന്ന, ജാമ്യം എടുക്കാത്ത ഒരു പ്രതിയാണ് അപ്പുറത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളത് ഈ നാടിന് മാനക്കേടാണ്. അതുകൊണ്ട് കൃത്യമായി ഈ വിഷയങ്ങൾ മുഴുവൻ പുറത്തുവിടാൻ തയ്യാറാവണം. മുസ്ലിം യൂത്ത് ലീഗുകാർക്കെങ്കിലും ആ വിശദാംശങ്ങൾ കൊടുക്കണം. അറിയണം, ഈ നാടിന്, താനൂരിന് അറിയണം എന്താണ് ഈ സംഭവം എന്നുള്ളത്. ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അത് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി, ഞങ്ങളിപ്പോൾ വേറെ വ്യക്തിപരമായി ഒരു ആക്ഷേപം ഉന്നയിക്കണം, ഞങ്ങൾക്കത് പറയേണ്ടി വരും. അത് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഇപ്പൊ ഈ പത്രത്തിൽ കൊടുത്തിട്ടുള്ള പരസ്യം ഇതുമായി ബന്ധപ്പെട്ട് അതിൽ കേസ് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ സംക്ഷിപ്ത വിവരണം, കത്വ ഉനാവ കുടുംബങ്ങൾക്ക് വേണ്ടി ഫണ്ട് സമാഹരണം നടത്തിയതിൽ തിരിമറി നടത്തി എന്നതാണ് കേസ്.
ഇത് പറയണ്ടേ, ഇതാ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കോപ്പി അത്. യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം എന്ന നിലയിൽ ഈ അനീതിക്കെതിരെ നിരവധി തവണ പാർട്ടിക്കുള്ളിൽ ശബ്ദമുയർത്തിയപ്പോൾ വ്യക്തമായ ഒരു മറുപടിയോ ഉത്തരമോ ലഭിച്ചിരുന്നില്ലെന്നും യൂസഫ് പടനിലം പറഞ്ഞു. യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി തങ്ങളും സഹപ്രവർത്തകരും പാർട്ടി വേദികളിൽ ചോദ്യമുന്നയിച്ചപ്പോൾ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച യുവജനയാത്രയ്ക്ക് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് യൂസഫ് പടനിലം പറഞ്ഞു. ഈ വിവാദത്തിന് ശേഷം യൂത്ത് ലീഗ് നേതാവ് CK സുബൈർ അപ്രതീക്ഷിതമായി യൂത്ത് ലീഗിൽ നിന്നും രാജിവെച്ചു എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. ഡൽഹിയിൽ നടന്ന മറ്റൊരു പ്രശ്നം സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ ഇദ്ദേഹത്തോട് രാജി എഴുതി വാങ്ങിയതാണെന്നും എന്നാൽ CK സുബൈറിനെ മാത്രം ബലിയാടാക്കി ഈ സംഭവത്തിൽ നിന്ന് താനൂരിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഒഴികെയുള്ളവർ തന്ത്രപരമായി ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായതെന്നും യൂസഫ് പടനിലം ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടറി അംഗം E ജയനും പങ്കെടുത്തു. ഒരു കാര്യം, സംസ്ഥാന മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ മകൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത് സത്യമാണ് എന്ന് പത്രക്കാരോട് പറഞ്ഞത്. വേറെ ആരുമല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ സുബൈർ രാജിവെച്ച് വീട്ടിലിരിക്കുകയാണ്. അതിന്റെ ട്രഷറർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വസ്തുത പുറത്തുവിടണം, എന്താണ് സംഭവം എന്നുള്ളത്. താനൂരിൽ മത്സരിക്കുന്ന ഒരു ജനപ്രതിനിധി, താനൂരുകാരോട് ഇത് പറയാൻ ബാധ്യതപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥി. ആ വിവരം അദ്ദേഹം പുറത്തു പറയും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. 1825 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 1612 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ആകെ മരണസംഖ്യ 4553 ആയി. 1917 പേർ രോഗമുക്തരായി. ജില്ലയിൽ 103 പേർക്ക് രോഗം ബാധിച്ചു. 220 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 604 ആയി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 1825 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 262, കണ്ണൂർ 245, കൊല്ലം 173, എറണാകുളം 171, തിരുവനന്തപുരം 150, തൃശൂർ 137, ആലപ്പുഴ 117, കോട്ടയം 111, കാസർഗോഡ് 104, മലപ്പുറം 103, പത്തനംതിട്ട 87, പാലക്കാട് 65, ഇടുക്കി 60, വയനാട് 40 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. 14 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 4553 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 71 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1612 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 130 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 1917 പേർ കൂടി രോഗമുക്തരായതോടെ സംസ്ഥാനത്ത് 10,84,585 പേരാണ് കോവിഡിൽ നിന്നും മുക്തരായത്. ഇനി 24,274 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 12 ആരോഗ്യ പ്രവർത്തകർക്കും വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52,252 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.49 ആണ്. അതേസമയം മലപ്പുറം ജില്ലയിൽ 103 പേർക്കാണ് വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 98 പേരും വൈറസ് ബാധിതരായി. 2 പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗം ബാധിച്ചത്. 220 പേർ കൂടി വെള്ളിയാഴ്ച രോഗമുക്തരായതോടെ ജില്ലയിൽ 1,20,247 പേരാണ് രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയത്. വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ വിദേശ രാജ്യത്തു നിന്നും 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 1585 പേർ രോഗബാധിതരായി ഇനി ചികിത്സയിൽ കഴിയുന്നുണ്ട്. കോവിഡ് ബാധിച്ച് ജില്ലയിൽ ഇതുവരെ മരണപ്പെട്ടത് 604 പേരാണ്. കൗതുകമായി വിദ്യാർത്ഥികളുടെ പഠന കോർണർ. പറവണ സലഫി EM സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ പഠന കോർണർ ഒരുക്കിയത്. മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകൾ സന്ദർശിച്ച അധ്യാപകർ അവർക്ക് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നൽകി. പാഠഭാഗത്തെ എളുപ്പമാക്കുവാൻ അധ്യാപകരുടെ സഹായത്തോടെ വീട്ടിൽ പഠന കോർണർ ഒരുക്കി വിദ്യാർത്ഥികൾ. കോവിഡ് വ്യാപനത്തോടെ ഒരു അധ്യയന വർഷം മുഴുവൻ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ പാഠഭാഗത്തെ എളുപ്പത്തിൽ ഗ്രഹിക്കുവാനും പഠിച്ചവയെല്ലാം എക്കാലവും ഓർത്തെടുക്കാനുമാണ് പറവണ സലഫി EM സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ പഠന കോർണർ ഒരുക്കിയത്. മുഴുവൻ പഠന വിഷയങ്ങളും പഠന കോർണറിൽ ഉൾപ്പെടുത്തി പഠന പ്രവർത്തനങ്ങൾ രസകരമാക്കിയാണ് കുട്ടികൾ വീട്ടിലൊരു പഠന കോർണർ ഒരുക്കിയത്. അധ്യാപകർ നിർദ്ദേശിക്കപ്പെട്ട ഓരോ പഠന യൂണിറ്റിൻ്റെയും അറിയേണ്ടവ, പഠന സഹായികൾ, ചാർട്ടുകൾ, മാതൃകകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് വീട്ടിലെ പഠന കോർണർ വിജ്ഞാനപ്രദമാക്കിയത്. മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീടുകൾ സന്ദർശിച്ച അധ്യാപകർ അവർക്ക് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നൽകിയത് കുരുന്നുകൾക്ക് ഏറെ സന്തോഷം നൽകി. പ്രീ പ്രൈമറി അധ്യാപകരായ പ്രേമ A, ദീപ, സനൂഫിയ CM, സജിന, ഷൈബ, രോഹിണി എന്നിവർ നേതൃത്വം നൽകി. വിവിധ തലങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച വ്യക്തികളെ വളവന്നൂർ അൻസാർ അറബിക് കോളേജ് ആദരിച്ചു. ചടങ്ങ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. NSS വോളണ്ടിയർമാർക്കുള്ള സ്വച്ഛ് ഭാരത് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു.
MA പോസ്റ്റ് അഫ്സൽ ഉലമ അറബി കോളേജിൽ 1ാം റാങ്ക് നേടിയ വളവന്നൂർ അൻസാർ അറബി കോളേജ് വിദ്യാർത്ഥിനി കെ ജുഹൈന, മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് നേടിയ ഡോക്ടർ AI അബ്ദുൽ മജീദ് സ്വലാഹി, സ്വച്ഛ് ഭാരത് അവാർഡ് നേടിയ ഡോക്ടർ C മുഹമ്മദ് റാഫി എന്നിവരെയാണ് വളവന്നൂർ അൻസാർ അറബി കോളേജ് ആദരിച്ചത്. ആദരം ചടങ്ങ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ C അഷ്റഫ് അധ്യക്ഷനായിരുന്നു. കോളേജ് മാനേജർ പ്രൊഫസർ MA സയ്യിദ്, അൻസാറുള്ള സംഘം സെക്രട്ടറി PC മുഹമ്മദ് മാസ്റ്റർ, അലുമിനി പ്രസിഡന്റ് TP അബ്ദുൽ കരീം, ജനറൽ സെക്രട്ടറി MA റഫീഖ്, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ റസാഖ്, M അബ്ദുൾ റബ്ബ്, ഡോക്ടർ CM ഷാനവാസ്, സുഹറ, അഫ്സൽ അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു. റാങ്ക് നേടിയ കെ ജുഹൈന, അവാർഡ് ജേതാക്കളായ MI അബ്ദുൽ മജീദ് സലാഹി, ഡോക്ടർ C മുഹമ്മദ് റാഫി എന്നിവർക്ക് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്ത് കോളേജിൽ ഉപഹാരങ്ങൾ നൽകി. അലുമിനി അസോസിയേഷൻ ഉപഹാരം പ്രസിഡന്റ് TP അബ്ദുൽ കരീം നൽകി. NSS വളണ്ടിയർമാർക്കുള്ള സ്വച്ഛ് ഭാരത് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. നജാത്ത് ഫൗണ്ടേഷൻ പ്രാർത്ഥനാ സമ്മേളനം 28 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പയ്യനങ്ങാടി കല്ലിങ്ങൽ റോഡ് പരിസരത്ത് ഷെയ്ഖുന ഷംസുൽ ഉലമ IK ഉസ്താദ് നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ധനസഹായ വിതരണം SKSSF ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. നജാത്ത് ഫൗണ്ടേഷൻ ബറാത്ത് രാവ് പ്രാർത്ഥനാ സമ്മേളനവും നിർധരായ രോഗികൾക്കുള്ള ധനസഹായ വിതരണവും റംസാൻ കിറ്റ് വിതരണവും 28 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പയ്യനങ്ങാടി കല്ലിങ്ങൽ റോഡ് പരിസരത്തെ ഷെയ്ഖുന ഷംസുൽ ഉലമ IK ഉസ്താദ് നഗറിൽ നടക്കും. തിരൂരിലെ മത സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നജാത്ത് ഫൗണ്ടേഷൻ. തിരൂർ മാവുംകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നജാത്ത് ഫൗണ്ടേഷൻ ഈയിടെയായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആത്മീയ സംരംഭങ്ങളും മതബൗദ്ധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ നടത്തിവരികയാണ്. സമ്മേളനം നജാത്ത് ഫൗണ്ടേഷൻ പ്രസിഡന്റ് V അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നജാത്ത് ഫൗണ്ടേഷൻ്റെ കീഴിൽ ഈ വരുന്ന 28-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് തിരൂര് പയ്യനങ്ങാടി കല്ലിങ്ങൽ റോഡ് പരിസരത്ത് ഷംസുൽ ഉലമ IK ഉസ്താദ് നഗരിയിൽ ബറാഅത്ത് രാവ് പ്രാർത്ഥനാ സമ്മേളനവും നിർധരരായ ക്യാൻസർ കിഡ്നി രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും റമദാൻ കിറ്റ് വിതരണവും നടത്തുകയാണ്. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനനായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. കിഡ്നി ക്യാൻസർ രോഗികൾക്കുള്ള സാമ്പത്തിക ധനസഹായ വിതരണം SKSFൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. ധനസഹായ വിതരണം SKSF ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തലി, SKSF ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് ഉമർലി തങ്ങൾ മണ്ണാറക്കൽ, സയ്യിദ് സിറാജ് തങ്ങൾ അൽ ബുഖാരി, ആദിർശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ ബാക്കവി, EK ഹാലിദ് ഫൈസി വെന്നിയൂർ, KP റസാഖ് തുടങ്ങിയവർ സംബന്ധിക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ ഉസ്താദ് അബീൻ സിനിയാൻ ഫൈസി വെന്നിയൂർ, സെക്രട്ടറി KP അബ്ദുൽ ഗഫൂർ, V അബ്ദുറഹ്മാൻ ഹാജി, അഷ്കർ കേക്കാങ്കുന്നത്ത്, AK റൌഫ്, EP മുനീഷ്, EP ബാസിദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശത്ത് ആവേശം തീർത്ത സ്ഥാനാർത്ഥികളുടെ പര്യടനം. താനൂരിൽ PK ഫിറോസും V അബ്ദുറഹ്മാനും പര്യടനം നടത്തിയത് തീരദേശത്ത്. പരപ്പനങ്ങാടി തീരദേശത്ത് ആവേശം തീർത്ത നിയാസിന്റെ റോഡ് ഷോയും പര്യടനവും. KPM മജീദിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരൂരങ്ങാടിക്കാർ. നാട്ടുകാരുടെ ഹൃദയത്തിൽ കയറി ഗഫൂർ P ലില്ലീസ്, കുർക്കോളിയെ നെഞ്ചിലേറ്റി എടക്കുളം. കേരള വിഷൻ വോയിസ് സർവീസിന് തുടക്കമായി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സജി ഗോപിനാഥും BSNL കേരള സർക്കിൾ CGM വിനോദ് CVITSും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുപ്പൂങ്കോട്ടുകുളം ദാറുസ്സലാം മാളിനടുത്തുള്ള കിണറ്റിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ചേന്നര പെരുന്തിരുത്തി സ്വദേശി ഖാലിദാണ് മരണപ്പെട്ടത്. ഇതോടെ വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.